ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ ടൈം. ഇപ്പോൾ നല്ല മഴക്കാലമൊക്കെ അല്ലേ. വൈകുന്നേരം ചായയുടെ കൂടെ ഒരു വടയൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോഴായിരിക്കും വിചാരിക്കുന്നത് ഉഴുന്നിട്ടിട്ടില്ല, പരിപ്പൊന്നും കുതിരാനിട്ടിട്ടില്ല. എങ്കിൽ വിഷമിക്കേണ്ട, ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു അടിപൊളി അവൽ വട ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഏത് അവലും എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക കേട്ടോ. ഇതേപോലെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. ഒരു വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് ഈ അവൽ നനച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കടലമാവും 1/2 ടീസ്പൂൺ ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇനിയും ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയത്, മല്ലിയുടെ തണ്ടും മല്ലിയിലയും കൂടെ ചേർത്ത് ചെറുതായിട്ട് നുറുക്കിയത്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ നല്ല തൈരൂടെ ചേർക്കുന്നുണ്ട്. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ റവയും, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ചുക്കുപൊടിക്ക് പകരം ഇഞ്ചി അരിഞ്ഞത് ചേർത്താലും മതി. ഇനി ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കുഴച്ചെടുക്കുക. കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഞാനിപ്പോൾ ഒരു ഉഴുന്നുവടയുടെ ഷേപ്പിലാണ്. ഉള്ളം കയ്യിൽ ഇതിങ്ങനെ മാവ് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നടുക്കൊരു തുള ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഈ ഒരു അളവിൽ എനിക്കൊരു 10 അവൽവട ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. 10 എണ്ണം ഞാൻ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത് പെട്ടെന്ന് അങ്ങ് ക്രിസ്പി ആയി കിട്ടും കേട്ടോ. കാര്യം ഇതിനകത്ത് ആവലൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഒരേ സമയം ഞാനിപ്പോൾ 5 എണ്ണം വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ബാച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ച് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചു നല്ല ഗോൾഡൻ നിറം ആകുന്നത് വരെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഒരു വടയൊക്കെ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ, അവലൊക്കെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ. നമുക്ക് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. സാധാരണയുള്ള വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉഴുന്നും പരിപ്പും ഒക്കെ ഒരു 2 മണിക്കൂർ കുതിർത്തൊക്കെ വെച്ചിട്ട് വേണമല്ലോ. ഇതിപ്പോൾ മഴയൊക്കെ നമുക്ക് ഒന്ന് കഴിക്കണമെന്ന് തോന്നുമ്പം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് വടയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല കറുമുറാന്നിരിക്കുകയും ചെയ്യും. ഇത് എന്ത് സാധനമാണെന്ന് ആരും പറയുകയില്ല. അവൽ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയുകയില്ല കേട്ടോ. പിന്നെ ക്യാബേജ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ ക്യാബേജ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോൾ കണ്ടോ, നല്ലൊരു കളർ വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി മാറ്റാം. ഈ സമയം ഇവിടെ കറണ്ട് പോയി കേട്ടോ, അതാണ് വെട്ടമില്ല. അപ്പോൾ ഇത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചായയുടെ കൂടെ നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റിയ വടയാണ്. അകം നന്നായിട്ട് വെന്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അധികം എണ്ണയൊന്നും പിടിക്കുകയില്ല. നോക്കിയോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാ കൂട്ടുകാരും ഈ അവൽ വട ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.